വൻ പോലീസ് സന്നാഹത്തോടെയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം മൂന്നാറിൽ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ എത്തിയ റവന്യൂ സംഘത്തെ ചിലർ തടഞ്ഞു. ഇവരുടെ എതിർപ്പ് മറികടന്നായിരുന്നു നടപടികൾ. സൂര്യനെല്ലിക്ക് സമീപം പാപ്പാത്തിച്ചോലയിൽ സർക്കാർ ഭൂമി കയ്യേറി ന്യൂ ഇൻഫന്റ് ജീസസ് എന്ന മതസംഘടന സ്ഥാപിച്ച കുരിശ് പൊളിച്ചുമാറ്റി. ന്യൂ ഇൻഫന്റ് ജീസസ് തന്നെ സമീപം കെട്ടിയുയർത്തിയ ഷെഡുകളും പൊളിച്ചു നീക്കി. ഒഴിപ്പിക്കലിനെതിരെ CPM നേതാക്കൾ രംഗത്തെത്തി. ഭീതി സൃഷ്ടിച്ചല്ല കയ്യേറ്റം ഒഴിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ എസ് രാജേന്ദ്രൻ MLA കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇതിന് ഇത്ര വലിയ മഹാസംഭവം നടക്കുന്നതായി കാണിക്കേണ്ട കാര്യമില്ല. കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചാൽ ശക്തിയായി എതിർക്കും. അക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 144 ആണെങ്കിൽ അത് നേരിടും, അത്ര തന്നെ. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സബ് കളക്ടറുടെ നേരെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോയപ്പോൾ അക്രമം കാണിച്ചതും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുമെല്ലാം CPMന്റെ പ്രവർത്തകരാണ്. നിയമവകുപ്പുമായി ആലോചിച്ച് പഴുതുടച്ചുള്ള കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായാണ് റവന്യൂ വകുപ്പ് മുൻപോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും ഈ നടപടി തുടരും. മൂന്നാറിലെ പാപ്പാത്തിച്ചോലയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിൽസൺ കടലിക്കലിനൊപ്പം ബിജു തറയിൽ, മീഡിയ 1.